യിരെമ്യാവ് അധ്യായം 52. സിദെക്കീയാവ് വാണു തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹമൂതൽ എന്നു പേർ. അവൾ ലിബ്നാക്കാരനായ യിരെമ്യാവിൻ്റെ മകൾ ആയിരുന്നു. യെഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദായ്ക്കും അങ്ങനെ ഭവിച്ചു. അവൻ ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദെക്കീയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു. അവൻ്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തൻ്റെ സർവ്വസൈന്യവുമായി യെരൂശലേമിൻ്റെ നേരെ വന്നു പാളയമിറങ്ങി അതിനെതിരെ ചുറ്റും കൊത്തളങ്ങൾ പണിതു. അങ്ങനെ സിദെക്കീയാ രാജാവിൻ്റെ 11-ാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. 4-ാം മാസം 9-ാം തീയതി ക്ഷാമം നഗരത്തിൽ കലശലായി ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെ ഭവിച്ചു. അപ്പോൾ നഗരത്തിൻ്റെ മതിൽ ഒരിടം പൊളിച്ചു തുറന്നു. കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളെയൊക്കെയും രാത്രി സമയത്ത് രാജാവിൻ്റെ തോട്ടത്തിനരികെ 2 മതിലുകളുടെ മധ്യേയുള്ള പടിവാതിൽക്കൽ കൂടി നഗരം വിട്ടു പുറപ്പെട്ട് അരാബയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി. എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വച്ച് സിദെക്കീയാവോട് എത്തി. അവൻ്റെ സൈന്യമൊക്കെയും അവനെ വിട്ട് ചിതറിപ്പോയി. അവർ രാജാവിനെ പിടിച്ച് ഹമാത്ത് ദേശത്തിലെ രിബ്ലായിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. യഹൂദാ പ്രഭുക്കന്മാരെയൊക്കെയും അവൻ രിബ്ലായിൽ വച്ച് കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സിദെക്കീയാവിൻ്റെ കണ്ണു പൊട്ടിച്ചു. ബാബേൽ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു ബാബേലിലേക്ക് കൊണ്ടുചെന്ന് ജീവപര്യന്തം കാരാഗൃഹത്തിലാക്കി. 5-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നവനും അകമ്പടി നായകനുമായ നെബൂസർ അദാൻ യെരൂശലേമിലേക്ക് വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ ബദ്ധരാക്കി കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകനായ നെബൂസർ അദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചു പോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ച് താമ്രമൊക്കെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും കിണ്ണങ്ങളും തവികളും ശുശ്രൂഷയ്ക്കുള്ള സകല താമ്ര ഉപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. പാനപാത്രങ്ങളും തീച്ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും വിളക്ക് തണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമെല്ലാം അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കിയ 2 സ്തംഭവും 1 കടലും പീഠങ്ങളുടെ കീഴെ ഉണ്ടായിരുന്ന 12 താമ്രക്കാളയും തന്നെ. ഈ സകല സാധനങ്ങളുടെയും താമ്രത്തിന് തൂക്കമില്ലാതെയിരുന്നു. സ്തംഭങ്ങളോ ഓരോന്ന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും 4 വിരൽ കനവും ഉള്ളതായിരുന്നു. അത് പൊള്ളയുമായിരുന്നു. അതിന്മേൽ താമ്രം കൊണ്ട് ഒരു പോതിക ഉണ്ടായിരുന്നു. പോതികയുടെ ഉയരം 5 മുഴം. പോതികമേൽ ചുറ്റും വലപ്പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു. സകലവും താമ്രം കൊണ്ടായിരുന്നു. 2-ാമത്തെ സ്തംഭത്തിനും ഇതുപോലെയുള്ള പണിയും മാതളപ്പഴവും ഉണ്ടായിരുന്നു. 4 പുറത്തും കൂടെ 96 മാതളപ്പഴവും ഉണ്ടായിരുന്നു. വലപ്പണിയിൽ ചുറ്റുമുള്ള മാതളപ്പഴം ആകെ 100 ആയിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവേയും 2-ാം പുരോഹിതനായ സെഫന്യാവേയും 3 വാതിൽ കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണ്ഡനെയും നഗരത്തിൽ വച്ച് കണ്ട 7 രാജപരിചാരകന്മാരെയും ദേശത്തിലെ ജനത്തെ പടക്കി ശേഖരിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട 60 നാട്ടുപുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ പിടിച്ച് രിബ്ലായിൽ ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു.
ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ വച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. നെബൂഖദ്നെസർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ജനം 7-ാം ആണ്ടിൽ 3023 യഹൂദന്മാർ. നെബൂഖദ്നെസറിന്റെ 18-ാം ആണ്ടിൽ അവൻ യെരൂശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ 832 പേർ. നെബൂഖദ്നെസറിന്റെ 23-ാം ആണ്ടിൽ അകമ്പടി നായകനായ നെബൂസറദാൻ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ യഹൂദന്മാർ 745 പേർ. ഇങ്ങനെ ആകെ 4600 പേരായിരുന്നു. യഹൂദ രാജാവായ യഹോയാഹീന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 25-ാം തീയതി ബാബേൽ രാജാവായ യവീൽ മെരോദക് തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാഹീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു. അവന്റെ കാരാഗൃഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ അഹോവൃത്തിയോ ബാബേൽ രാജാവ് അവന് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു.